ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സർക്കാരിന്റെ നിലപാട് മാറ്റം രാഷ്ട്രീയ അളവ് നയമെന്ന് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭയെയും ചേർത്ത് നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മധ്യകേരളത്തിൽ കരുത്ത് തെളിയിക്കുക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. ഭിന്നശേഷിക്കാർക്ക് നിയമാനുസരണം കിട്ടേണ്ട ആനുകൂല്യത്തിന്റെ കൂടെയാണ് ഗവൺമെന്റ്. ഈ കാര്യം പറഞ്ഞുകൊണ്ടൊരു വെല്ലുവിളി എന്നും ആരും നടത്തേണ്ട കാര്യമില്ല. സമയത്തിന് കോടതിയിൽ പോകാതെ അവരവസാനം കുറ്റം കൊണ്ട് ഗവൺമെന്റിലെ ചാരി ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയെന്ന് വെച്ചാൽ ആ വെല്ലുവിളിയൊന്നും ഗവൺമെന്റ് അംഗീകരിക്കുന്ന കാര്യമില്ല. അതൊക്കെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം 13-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ ബഹുമാനപ്പെട്ട തിരുമേനിയായിട്ട് ചർച്ച ചെയ്തു. വളരെ സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു. മതസാമുദായിക സംഘടനകൾ വിരട്ടാൻ നോക്കേണ്ട എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പഴയ നിലപാട്. എന്നാൽ ആഴ്ചകൾക്കിപ്പുറം ആ നിലപാട് അപ്പാടെ മാറ്റുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. ഒരാഴ്ചക്കിടെ തന്നെ 2 സഭാധ്യക്ഷന്മാരുമായി നിർണായക കൂടിക്കാഴ്ചകളും നടത്തി. സഭകളുടെ ആശങ്കകൾ പരിഹരിച്ച് സൗഹൃദത്തിൽ മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ സഭയെ കൂടുതൽ ചൊടിപ്പിക്കേണ്ടതില്ല എന്നു തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മർദ്ദവും ഇതിൽ നിർണായകമായി. മധ്യകേരളത്തിൽ ശക്തി തെളിയിക്കണമെങ്കിൽ സഭയുടെ പിന്തുണ ആവശ്യമാണ് എന്നാണ് ഇവർ വിലയിരുത്തുന്നത്. ശബരിമല വിഷയത്തിലടക്കം NSS നൽകുന്ന പിന്തുണ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. SNDPയുടെ നിലപാട് നിലവിൽ LDFന് അനുകൂലമാണ്. ഇതിനൊപ്പം ക്രൈസ്തവ സഭകളുടെ പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഏറെ സങ്കീർണമായ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് സഭകൾ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.